ഹായ് കൂട്ടുകാരെ, സുഖമല്ലേ എല്ലാവർക്കും? രാവിലെ കണ്ണ് തുറന്നാൽ പിന്നെ ഒരു യുദ്ധക്കളത്തിലാണോ എന്ന് തോന്നിയിട്ടുള്ള എത്ര അമ്മമാർ ഇവിടെയുണ്ട്? കുട്ടികളുടെ കാര്യം, അടുക്കള, വീട് വൃത്തിയാക്കൽ, ഇതിനിടയിൽ സ്വന്തം കാര്യത്തിന് ഒന്ന് സമയം കണ്ടെത്തുക എന്നത് നമ്മളെ പോലെയുള്ള അമ്മമാർക്ക് ഒരു വിദൂര സ്വപ്നം മാത്രമാണ്. ഞാനൊരു സിവിൽ എഞ്ചിനീയറിംഗ് റാങ്ക് ഹോൾഡർ ആണ്. പക്ഷേ ഇപ്പോൾ 3 കുസൃതി കുട്ടികളുടെ അമ്മയായി വീട്ടിലെ ഉത്തരവാദിത്തങ്ങളിൽ മുഴുകിയിരിക്കുകയാണ്. എന്റെ സ്വന്തം അനുഭവത്തിൽ നിന്ന് പരീക്ഷിച്ച് വിജയിച്ച കുറച്ച് കുറുക്കു വഴികളാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. ഇതൊരു ഉപദേശമല്ല, മറിച്ച് നമുക്ക് ഒരുമിച്ച് മുന്നേറാനുള്ള ചില ഐഡിയകൾ മാത്രമാണ്. വീഡിയോ മുഴുവനായും കാണുക, കാരണം അവസാനത്തെ ടിപ്പ് നിങ്ങളുടെ ചിന്താഗതി തന്നെ മാറ്റാൻ സഹായിക്കുന്ന ഒന്നാണ്. നമ്മുടെ ഒന്നാമത്തെ ടിപ്പ് മുന്നൊരുക്കം അഥവാ ദ നൈറ്റ് ബിഫോർ ഹാബിറ്റ് ആണ്. രാവിലെ എഴുന്നേറ്റ് ഇന്ന് എന്തുണ്ടാക്കുമെന്ന് ആലോചിച്ചു നിൽക്കുന്ന ആ 10 മിനിറ്റാണ് നമ്മുടെ സമാധാനം കളയുന്നത്. തലേദിവസം രാത്രി തന്നെ അടുത്ത ദിവസത്തെ മെനുവും കുട്ടികൾക്കിടാനുള്ള വസ്ത്രങ്ങളും പ്ലാൻ ചെയ്തു വെക്കുക. സിവിൽ എഞ്ചിനീയറിംഗിൽ ഞങ്ങൾ പ്ലാനിങ്ങിന് വലിയ പ്രാധാന്യം നൽകാറുണ്ട്. അതേ സയൻസ് നമ്മുടെ അടുക്കളയിലും പ്രയോഗിക്കാം. രണ്ടാമത്തേത് ടു ഡു ലിസ്റ്റ്. വലിയ കാര്യങ്ങൾ എഴുതണമെന്നില്ല. ഫോണിലോ ഒരു ഡയറിയിലോ ഇന്നത്തെ പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ മാത്രം കുറിച്ചു വെക്കുക. അത് ടിക്കിടുമ്പോൾ ലഭിക്കുന്ന ഒരു സംതൃപ്തി ഉണ്ടല്ലോ, അത് നൽകുന്ന പോസിറ്റീവ് എനർജി വളരെ വലുതാണ്. അടുക്കളയിലെ തന്ത്രങ്ങൾ. അടുത്തത് നമ്മുടെ പ്രധാന മേഖലയായ അടുക്കളയാണ്. മൂന്നാമത്തെ ടിപ്പ് ബാച്ച് കുക്കിംഗ്. ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ആക്കി വെക്കുക. തേങ്ങ ചിരവി വെക്കുക. പച്ചക്കറികൾ കട്ട് ചെയ്ത് ബോക്സിലാക്കി വെക്കുക. ആഴ്ചയിൽ ഒരിക്കൽ ഇത് ചെയ്താൽ ദിവസവും കുറഞ്ഞത് 30 മിനിറ്റെങ്കിലും നമുക്ക് ലാഭിക്കാം. നാലാമത്തേത് 1 പോട്ട് മീൽസ്. എന്നും 4-5 കറികൾ വേണമെന്നുണ്ടോ? ആഴ്ചയിൽ 2 ദിവസമെങ്കിലും പുലാവോ കഞ്ഞിയോ അല്ലെങ്കിൽ ഒരു ചട്ടിയിൽ തന്നെ തീരുന്ന വിഭവങ്ങളോ പരീക്ഷിക്കൂ. പാത്രം കഴുകുന്ന സമയം പകുതിയായി കുറയും. അഞ്ചാമത്തെ കാര്യം ക്ലീൻ ആസ് യു ഗോ. അതായത് പാചകം ചെയ്യുമ്പോൾ തന്നെ അപ്പപ്പോഴുണ്ടാകുന്ന അഴുക്കുകൾ തുടച്ചു നീക്കുക. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് സിങ്കിൽ പാത്രങ്ങൾ കുമിഞ്ഞുകൂടാൻ അനുവദിക്കരുത്. ഓരോ പ്രാവശ്യം അടുക്കളയിൽ കയറുമ്പോഴും 5 മിനിറ്റ് ക്ലീനിങ്ങിന് മാറ്റിവെച്ചാൽ ആഴ്ച അവസാനത്തെ വലിയ അധ്വാനം ഒഴിവാക്കാം. കുട്ടികളെ കൂടെ കൂട്ടാം ആൻഡ് മൾട്ടി ടാസ്കിങ്. ആറാമത്തെ ടിപ്പ് നമ്മൾ അമ്മമാർക്ക് വലിയൊരു ആശ്വാസമാകും. കുട്ടികളെ പങ്കാളികളാക്കുക. അവർ കഴിച്ച പ്ലേറ്റ് കഴുകാനോ തുണി മടക്കാൻ സഹായിക്കാനോ അവരെ ശീലിപ്പിക്കുക. അത് അവരുടെ ഉത്തരവാദിത്ത ബോധം കൂട്ടുക മാത്രമല്ല, നമുക്കൊരു കൈസഹായം കൂടിയാകും. അവർ കഴിക്കാൻ മടി കാണിക്കുന്നവരാണെങ്കിൽ അടുക്കളയിലെ ചെറിയ ജോലികളിൽ അവരെ പങ്കു ചേർക്കുന്നത് ഭക്ഷണത്തോടുള്ള അവരുടെ താല്പര്യം കൂട്ടാൻ സഹായിക്കും. ഏഴാമത്തേത് സ്മാർട്ട് മൾട്ടി ടാസ്കിങ്. തുണി മെഷീനിലിട്ട് കറങ്ങുന്ന സമയം കൊണ്ട് നമുക്ക് അടുക്കളയിലെ പണികൾ തീർക്കാം. അല്ലെങ്കിൽ കുട്ടികളെ പഠിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ പച്ചക്കറികൾ അരിയുകയോ മറ്റോ ചെയ്യാം. എട്ടാമത്തെ കാര്യം ഡിജിറ്റൽ ഡിറ്റോക്സ്. നമ്മൾ അറിയാതെ തന്നെ സോഷ്യൽ മീഡിയയിൽ ചെലവഴിക്കുന്ന സമയം ശ്രദ്ധിച്ചിട്ടുണ്ടോ? അത് കുറച്ചാൽ തന്നെ നമുക്ക് ഒത്തിരി സമയം ബാക്കി കിട്ടും. ഏറ്റവും പ്രധാനം സ്വയം സ്നേഹിക്കുക. ഒൻപതാമത്തെ ടിപ്പ് സഹായം ചോദിക്കാൻ മടിക്കരുത്. നമുക്ക് എല്ലാം ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയില്ല. നമ്മൾ സൂപ്പർ വുമൺ ആകാൻ ശ്രമിക്കേണ്ടതില്ല. ഭർത്താവിനോടോ വീട്ടിലുള്ള മറ്റുള്ളവരോടോ സഹായം ചോദിക്കുന്നത് മോശമായ കാര്യമല്ല. പത്താമത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ ടിപ്പ് മീ ടൈം. ഈ തിരക്കുകൾക്കിടയിൽ നിങ്ങൾ നിങ്ങളെ മറന്നു പോകരുത്. ദിവസവും 15 മിനിറ്റെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യം ചെയ്യാൻ മാറ്റിവെക്കുക. അതൊരു പാട്ട് കേൾക്കുന്നതാകാം, പുസ്തകം വായിക്കുന്നതാകാം, അല്ലെങ്കിൽ ഒന്നും ചെയ്യാതെ ഇരിക്കുന്നതാകാം. മനസ്സ് സന്തോഷമായിരുന്നാൽ മാത്രമേ നമുക്ക് വീട് നന്നായി നോക്കാൻ കഴിയൂ. അപ്പോൾ കൂട്ടുകാരെ, ഈ ടിപ്സ് ഒക്കെ ഒന്ന് പരീക്ഷിച്ചു നോക്കൂ. ഇതിലേതാണ് നിങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്പെട്ടത് എന്ന് താഴെ കമന്റ് ചെയ്യണേ. നമ്മുടെ ഈ കൊച്ചു കുടുംബത്തിന്റെ ഭാഗമാകാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മക്കൾ ഭക്ഷണം കഴിക്കാത്തതോ പഠിക്കാത്തതോ ഓർത്തോർത്ത് ടെൻഷൻ അടിക്കാതെ പോസിറ്റീവായിരിക്കാൻ ശ്രമിക്കൂ. നല്ലത് ചിന്തിക്കൂ, നല്ലത് തന്നെ സംഭവിക്കും. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും സ്നേഹപൂർവ്വം താങ്ക് യു.